സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ആനന്ദബോധമായി മാറിയില്ലെങ്കിൽ നമുക്കുത്തരം പറയാം. ഭേദചിന്ത ഒക്കെ മാറ്റി സാർ, ഉള്ളിൽ രാഗദ്വേഷമൊന്നുമില്ല, പക്ഷെ ഞാൻ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മമാണെന്ന് അനുഭവപ്പെടുന്നില്ല. ആരെങ്കിലും ഒന്ന് പറയട്ടെ. കൃഷ്ണൻ പ്രഖ്യാപിക്കുന്നു, നിങ്ങൾ ഈ രാഗദ്വേഷമൊന്ന് കുറയ്ക്കൂ. രാഗദ്വേഷ വിയുക്തൈസ്തു വിഷയാനിന്ദ്രിയശ്ചരൻ ആത്മവശ്യൈർ വിധേയാത്മാ പ്രസാദമധിഗച്ഛതി. രാഗദ്വേഷങ്ങൾ വിട്ടിട്ട് കർമ്മരംഗത്ത് പ്രവർത്തിക്കൂ. നിങ്ങളുടെ ഹൃദയത്തിൽ പ്രസാദം, അതായത് ബ്രഹ്മാനുഭവം, പുറത്തൊന്നിനെയും ആശ്രയിക്കാതെയുള്ള ആനന്ദം, അതാണ് പ്രസാദം. പ്രസാദേ സർവദുഃഖാനാം ഹാനി. ആ പ്രസാദം അനുഭവിച്ചു തുടങ്ങിയാൽ എല്ലാ ദുഃഖവും തീരുന്നു, എല്ലാ ദുഃഖവും. പിന്നെ ഇവിടെ ജഡമില്ല. എന്ത് ദുഃഖിക്കാൻ? ആര് ദുഃഖിക്കാൻ? ആര് മരിക്കാൻ? ആര് ജനിക്കാൻ? അപ്പോ ഇത് സകലർക്കും പറഞ്ഞു കൊടുക്കണം. ചിലര് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞത് പുച്ഛിച്ച് തള്ളിക്കളയും. അതുകൊണ്ട് പറയണ്ട എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് തന്നെ ആലോചിക്കാമല്ലോ, സത്യം ആര് പുച്ഛിച്ചു തള്ളിയാൽ എന്താ കുഴപ്പം? പുച്ഛിച്ചു തള്ളുന്ന ആളിന് കുഴപ്പം. അല്ല, സത്യത്തിനെന്താ വല്ലതും കളങ്കം പറ്റും? അയാൾ പുച്ഛിച്ച് തള്ളിയതുകൊണ്ട് ബ്രഹ്മത്തിന് എന്തോ ചില കുഴപ്പം ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ആര് പുച്ഛിച്ച് തള്ളിയാലും ബ്രഹ്മത്തിനൊരു കുഴപ്പമില്ല, ആ ബോധത്തിനൊരു കുഴപ്പമില്ല. അതുകൊണ്ട് ചിലരൊക്കെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ സാരമില്ല, നമുക്ക് പറയാം. സർവം ഈശ്വരമയം, സർവം ബ്രഹ്മമയം. രാപകൽ വേണമെങ്കിൽ ഭ്രാന്തനെ പോലെ റോഡിലിറങ്ങി വിളിച്ച് പറഞ്ഞു നടക്കും. സദാശിവ ബ്രഹ്മേന്ദ്രൻ അദ്ദേഹം പറഞ്ഞു നടന്നത് സർവം ബ്രഹ്മമയം, കിം ഭോക്തവ്യം കിം അഭോക്തവ്യം, സർവം ബ്രഹ്മമയം. അത് തന്നെയാണ് ഗുരുദേവനും നമ്മോട് പറയുന്നത്. ആദിമസത്ത ഈ ബ്രഹ്മം ഉണ്ടെന്ന് അനുഭവമുള്ള ബോധം. നാമരൂപങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഛാന്തോക്യോപനിഷത്തിൽ അച്ഛൻ ഉദ്ദാലകൻ ശ്വേതകേതു എന്ന മകന് ഉപദേശിക്കുന്നതാണ്. കുഞ്ഞെ, ആരംഭത്തിൽ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഈ നാമരൂപങ്ങളൊക്കെ ഉണ്ടായി. വികാരോ നാമധേയം. വികാരം എന്ന് പറഞ്ഞ ഒരു രൂപം, അതിനൊരു പേര്. പക്ഷെ രൂപവും പേരും നീ വകവയ്ക്കണ്ട. ഐതദാത്മ്യമിതം സർവം അച്ഛൻ മകൻ ഉപദേശിക്കുകയാണ്. കുഞ്ഞെ, ആ ബോധമാണ് ഈ കാണുന്നതൊക്കെ. ഐതദാത്മ്യമിതം സർവം. നീ എന്തൊക്കെ കാണുന്നു ഒക്കെ അത് തന്നെ. തത് സത്യം. കുഞ്ഞെ, ഇത് മാത്രമാണ് സത്യം. തത്വമസി. നീ ആ സത്യമാണ്. ഇതാണ് തത്വമസി. 9 പ്രാവശ്യം അച്ഛൻ മകന് ആവർത്തിച്ചുപദേശിക്കുന്ന മഹാവാക്യമാണ് തത്വമസി. അതൊക്കെ ആത്മോപദേശത്തിൽ ഇനി ഒടുവിലൊക്കെ ഗുരുദേവൻ ഈ മഹാവാക്യങ്ങളൊക്കെ തന്നെ വിസ്തരിക്കുന്നു. ഇതപ്പോ സ്പഷ്ടം. അടിമുടി അറ്റം അതുണ്ട്, ഇതുണ്ട്, അതുണ്ട് എന്നടിയിടും എന്ന് എണ്ണി എണ്ണി മാറ്റുന്ന ഈ ജഡം പോലും, ജഡം ഭ്രമമാണ്. ഭ്രമം അന്തിമ വിശകലനത്തിൽ വസ്തു തന്നെ. മരുഭൂമിയിൽ കാണുന്ന കാനൽ ജലം മരുഭൂമി തന്നെ. കയറിൽ കാണുന്ന സർപ്പം അന്തിമമായി കയറ് തന്നെ. അതുകൊണ്ട് അടിയിടും ഇങ്ങനെ വിഭജിച്ചു മാറ്റുന്നതൊക്കെ ആദിമസത്ത, ആദ്യമുണ്ടായിരുന്ന ഉണ്ടെന്നനുഭവമുള്ള ബോധം മാത്രം. ആദിമസത്ത ഉള്ളതെല്ലാം. ഇവിടെയൊക്കെ എന്താ സംശയം? എന്തൊക്കെ ഉണ്ടെന്ന് കാണുന്നുവോ അതൊക്കെ ആ ആദിമ സത്ത. ആദ്യം ഇതിനൊക്കെ കാരണമായി ബോധമുണ്ടായിരുന്നു. അതിലുണ്ടെന്ന് തോന്നി, അതിൽ നിലനിന്ന് അതിൽ ലയിക്കുന്നതാണ് ഈ ഭ്രമപ്രപഞ്ചം. ഒന്നിലുണ്ടായി അതിൽ നിലനിന്ന് അതിൽ ലയിക്കുന്നത്, അതല്ലാതെ മറ്റൊന്നുമാകാൻ സാധ്യമല്ല. മരുഭൂമിയിലുണ്ടെന്ന് തോന്നി,
മരുഭൂമിയിൽ നിലനിന്ന് മരുഭൂമിയിൽ മറയുന്ന കാനൽ ജലം മരുഭൂമിയല്ലാതെ മറ്റെന്താകാനാണ്? കേവലം മരുഭൂമി. ഇതങ്ങോട്ട് ഉറപ്പിക്കുക ജീവിതത്തിൽ. ഇത് മാത്രം ഉറപ്പിക്കുമെങ്കിൽ സത്യം സൂര്യതുല്യം തെളിയും. മറ്റൊക്കെ എന്തു വേണോ ആവാം, നാമജപമോ ക്ഷേത്രാരാധനയോ. പക്ഷേ ഇത് ഉറയ്ക്കുന്നില്ലെങ്കിൽ ഒന്നും കിട്ടില്ല. ഒന്നും. കൂരിരുട്ടിൽ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ആദിമസത്തയുള്ളതെല്ലാം ജഡമിതു സർവം അനിത്യം. വീണ്ടും പറയുന്നു, അതുണ്ട്, അടിയുണ്ട്, മുടിയുണ്ട്, അറ്റമുണ്ട് എന്നൊക്കെ വിഭജിക്കുന്നതൊക്കെ ജഡം ഇല്ലാത്തത്. ജഡം എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത്. ജഡം ഉണ്ടെന്ന് ജഡത്തിന് അനുഭവമില്ല, അതിനതില്ല, പിന്നെ അതെവിടെ ഉള്ളതാകും? അപ്പോ ആദിമസത്തമുള്ളതെല്ലാം ജഡമിതു സർവം അനിത്യമാം. ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷെ ഇല്ലാത്തത് അനിത്യം. ജഡമിതു സർവമനിത്യം. അമീവ മുതൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ വരെ ജഡം അനിത്യം. പേടിക്കണ്ട, അയ്യോ സാർ ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയൊക്കെ അങ്ങനെ പറയാൻ പറ്റുമോ സാർ? പിന്നെ വേറെ എന്തോന്നാ? അവരൊക്കെ പരമാത്മാവ് ബ്രഹ്മം. പുറമേ കാണുന്ന വിഷ്ണു വെറും രൂപം, നമ്മെപ്പോലെ 4 കൈയും. അതൊക്കെ പിന്നെ രൂപമല്ല, അത് പിന്നെന്താണ്? എന്താ നാരായണീയത്തിൽ ഭട്ടതിരി ശ്രീകൃഷ്ണനെ കുറിച്ച് ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ പറയുന്നില്ലേ? എന്താ ശ്രീകൃഷ്ണൻ? സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യം എന്നിങ്ങനെ വിവരിച്ചിട്ട് അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാസ്പദം ബ്രഹ്മതത്വം. ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാന. ഗുരുവായൂരപ്പനായി വേഷമണിഞ്ഞ് നിൽക്കുന്നതാരാ? ബ്രഹ്മം. പുറമേ കാണുന്ന ഗുരുവായൂരപ്പൻ ഒരു രൂപം, അതിന് കൃഷ്ണനെന്ന് പേര്. അത്രേ ഉള്ളൂ. ഒട്ടും പേടിക്കണ്ട. ഇതുറയ്ക്കാമെങ്കിൽ സകല പേടിയും അതോടെ തീർന്നു. അതുകൊണ്ട് ധൈര്യമായി ഇത് ഉറപ്പിക്കുക. ജഡമിതു സർവം അനിത്യമാം. ജലത്തിൻ വടിവിനെ വിട്ടു തരംഗമന്യമാമോ. ജഡമിതു സർവം അനിത്യം. ബ്രഹ്മത്തിലെ ഒരു രൂപം ജലത്തിൻ വടിവിനെ വിട്ടു തരംഗമന്യമാമോ. ജലത്തിന്റെ ഒരു വെറും രൂപമാണ് തിര. തിര എന്ന് പറയുന്നത് എന്താ? തിര ജലത്തിൽ പൊന്തിക്കാണുന്ന ഒരു രൂപം. പക്ഷെ ആ രൂപം പൊന്തിന്ന് വെച്ച് വെള്ളമല്ലാതെ വേറെ ഏതെങ്കിലും വസ്തുവുണ്ടോ? അതുപോലെ സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ബോധരൂപമായ ബ്രഹ്മത്തിൽ പൊന്തിക്കാണുന്ന വെറും രൂപങ്ങൾ. വികാരോ നാമധേയം എന്നാണ് ഉപനിഷത്ത് പറയുന്നത്. വികാരം രൂപം, നാമധേയം ഒരു പേര്. മൃത്തികേത്യവ സത്യം. മണ്ണുകൊണ്ട് നിരവധി പാത്രങ്ങൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നു. ഈ പാത്രങ്ങളൊക്കെ എന്ത്? മണ്ണിന്റെ ഒരു രൂപം, പേര്. മണ്ണ് മാത്രം സത്യം, രൂപവും പേരും അനിത്യം. അതാണ് ജഡമിതു സർവം അനിത്യമാം. ജലത്തിൻ വടിവിനെ വിട്ടു തരംഗം അന്യമാമോ. ചോദ്യം, ഇതിനുത്തരം പറയൂ. ജലത്തിൻ വടിവിനെ വിട്ട് വെള്ളത്തിലൊരു തിര പൊന്തുന്നു. എന്താ ഈ തിര? വടിവ്, രൂപം. വെള്ളത്തിന്റെ ഒരു രൂപം. അങ്ങനെയുള്ള തിര വെള്ളമല്ലാതെ മറ്റൊരു വസ്തുവാകാൻ പറ്റുമോ? ഒക്കെ ലളിതം, അത്യന്തം ലളിതം. അതുപോലെ പ്രപഞ്ചമായി കാണപ്പെടുന്ന നാമരൂപങ്ങളിലെ വസ്തു ബോധം. ബോധം കാണുന്നതൊക്കെ രൂപവും നാമവും. സൃഷ്ടി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. സൃഷ്ടിർ നാമ ബ്രഹ്മരൂപേ സച്ചിദാനന്ദ വസ്തുവിന് അർത്ഥൗ ഭേനാദിവത് സർവ നാമരൂപപ്രസാരണ. സൃഷ്ടി എന്ന് പറയുന്നത് സച്ചിദാനന്ദ സ്വരൂപമായ ബോധാനന്ദ സ്വരൂപമായ ബ്രഹ്മത്തിൽ
നാമരൂപപ്രസാരണ. നാമരൂപങ്ങൾ ഇങ്ങനെ വരിക പോവുക, വരിക പോവുക. വസ്തുവിനാണ് പോലും കൂടുതലോ കുറവോ ഇല്ല. ആധുനിക ശാസ്ത്രം പോലും ഇന്നിവിടെ എത്തിയിരിക്കുന്നു. അവർ കണ്ടെത്തിയത് എനർജി വരെ, പ്രാണതലത്തിൽ പോലും വസ്തുവിന് അണുപോലും കൂടുതലോ കുറവോ ഇല്ല. ഇതാണ് ഫിസിക്സിലെ ക്വാണ്ടം തിയറി എന്ന് പറയുന്ന തിയറി. സം ടോട്ടൽ ഓഫ് എനർജി ഇൻ ദ യൂണിവേഴ്സ് ഈസ് ഓൾവേസ് ദ സെയിം. അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ ഉണ്ടാക്കി മറയ്ക്കുന്ന പ്രാണചലനം എന്നും തുല്യം, അതിന് കൂടുതലോ കുറവോ സംഭവിക്കുന്നില്ല എന്ന് മോഡേൺ സയൻസ് പോലും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പ്രാണചലനത്തിൽ പോലും, പ്രാണചലനം ജഡമാണ്, പ്രാണനും അപ്പുറത്ത് നിൽക്കുന്ന നിശ്ചല ബോധമാണ് സത്യം. പ്രാണഘട്ടത്തിൽ പോലും വസ്തുവിന് കൂടുതലോ കുറവോ ഇല്ലെങ്കിൽ അഖണ്ഡബോധത്തിന് എന്ത് കൂടുതലും കുറവുമാണ് സംഭവിക്കുക? വാസ്തവത്തിൽ ഈ സത്യം അറിയാതെ നമ്മളൊക്കെ നാമരൂപങ്ങളുടെ പിന്നാലെ പേടിച്ച് പരക്കം പായുകയാണ്. എന്താ, എനിക്കറിയാം, ഒരാൾ കാലത്ത് ഓഫീസിൽ നിന്നിറങ്ങിയ സകല ക്ഷേത്രത്തിലും പോയിട്ടേ വീട്ടിൽ പോകൂ. അതിനൊന്നും ഒരു ദോഷവുമില്ല. ക്ഷേത്രത്തിൽ പോകുന്നതിനൊന്നും ദോഷമില്ല. എന്താ കാര്യം? 2 ഗണപതി ക്ഷേത്രത്തിലുണ്ടെങ്കിൽ 2 പോയിട്ടേ വീട്ടിൽ പോകൂ. പഴവങ്ങാടിയിലും തമ്പാനൂരും പോയി ഗണപതിയെ കണ്ടിട്ടേ വീട്ടിൽ പോകൂ. എന്താ കാര്യം? തമ്പാനൂര് ഗണപതിയെ കണ്ടിട്ട് പോയാൽ പഴവങ്ങാടി ഗണപതിക്ക് ദേഷ്യം വന്നാലോ? നമ്മുടെ ഈശ്വരഭജനം പോകുന്നത് അങ്ങനെയാണ്. ഒരേ ദേവൻ പോലും ഇവിടെ ഒരാൾ, അപ്പുറത്ത് ഒരാൾ. നാമരൂപഭ്രമം ചിന്തകന്മാരെ പോലും ഇട്ട് വട്ടം കറക്കുന്നതിന് ഒരു കണക്കുമില്ല, ഒരു കണക്കും. വലിയ മതപ്രവാചകന്മാരെ ഒക്കെ ഇട്ട് ചുറ്റിയടിക്കുകയാണ് ഈ നാമരൂപഭ്രമം. ഒരു രക്ഷയുമില്ല ഇതിൽപ്പെട്ടുപോയാൽ. ധൈര്യമുണ്ടെങ്കിൽ തേന ത്യക്തേന ഭുഞ്ചീത. ഉപനിഷത്ത് പറയും, നാമരൂപങ്ങളെ മാറ്റി നിർത്തൂ. എന്തെവിടെ കണ്ടാലും നാമരൂപങ്ങളെ മാറ്റി നിർത്തി അതിലുള്ള വസ്തുവിനെ കാണൂ. കണ്ടാലോ ആനന്ദം ഭുജിക്കൂ. ആനന്ദം ഭുജിക്കാൻ ഇതൊരൊറ്റ മാർഗമേ ഉള്ളൂ. എന്താ? ഗുരുദേവന് ഇത് പറഞ്ഞിട്ട് മതിയാവുന്നില്ല. 20ാമത്തെ പദ്യത്തിൽ അദ്ദേഹം വീണ്ടും പറയുന്നു, ഉലകിനു വേറൊരു സത്ത ഇല്ല. ഈ ബോധവസ്തുവിൽ നിന്നും, പ്രപഞ്ചത്തെ ഉണ്ടെന്നറിയുന്ന ബോധവസ്തുവിൽ നിന്നും ഭിന്നമായി ഒരു ജഗത്തിവിടെ ഇല്ലേ ഇല്ല. ഉലകിനു വേറൊരു സത്ത ഇല്ല. സംശയിച്ചൊന്നും പറയല്ല. ഈ ജഗത്തിന് ബോധത്തിൽ നിന്നും ഭിന്നമായ ഒരു എക്സിസ്റ്റൻസ്, ഒരു നിലനിൽപ്പ് ഇല്ലേ ഇല്ല. ഇത് ബോധം മാത്രം. അല്ല, ഉണ്ടെന്ന് ചില ശാസ്ത്രജ്ഞന്മാരും ഭൗതികവാദികളും ഒക്കെ പറയുന്നല്ലോ ഗുരുദേവ. എന്ത് ചെയ്യാൻ, വിഡ്ഢികളെന്തെല്ലാം പറയില്ല. ഉലകിന് വേറൊരു സത്തയില്ല. ഉണ്ടെന്നുലകരുരപ്പതു സർവം ഊഹഹീനം. ഉണ്ടെന്നാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ യാതൊരു യുക്തിയുമില്ല. ഊഹഹീനം. ഊഹെന്ന് വെച്ചാൽ യുക്തി. യുക്തിയില്ലാതെ പറയുന്നു ഉണ്ടെന്ന്. സ്വപ്നത്തിൽ അനേകം പദാർത്ഥങ്ങൾ കാണുന്നു. പ്രപഞ്ചം മുഴുവൻ ചെറിയ തോതിൽ സ്വപ്നത്തിൽ അനുഭവപ്പെടുന്നു. സ്വപ്നത്തിൽ അനുഭവപ്പെട്ട പ്രപഞ്ചരൂപങ്ങൾ ഉണർന്നു വരുന്ന ഒരുത്തൻ അതൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നെങ്കിൽ വെറും വിട്ടി. സ്വപ്നത്തിൽ അവയൊക്കെ ഉണ്ടായിരുന്നു, അനുഭവിച്ചപ്പോ ഉണ്ടെന്ന് തോന്നി. സ്വപ്നത്തിൽ അതൊക്കെ കണ്ടപ്പോ ഉണ്ടെന്ന് തോന്നി. സ്പഷ്ടമല്ലേ? ദേശകാലങ്ങൾ പോലും പുതുതായി ഉണ്ടാവുന്നു സ്വപ്നത്തിൽ. എവിടെ നിന്നുണ്ടായി? ഉണ്ടായില്ല, വെറും തോന്നൽ, വെറും തോന്നൽ. എങ്ങനെ അറിയാം? ഉണരുമ്പോ സ്വപ്നത്തിലെ ദേശവുമില്ല, കാലവുമില്ല, കടുവായുമില്ല, സിംഹവുമില്ല, ഞാനുമില്ല, നീയുമില്ല. സ്വപ്നത്തിൽ കണ്ട എല്ലാം വെറും ഭ്രമം. ഉള്ളത് സ്വപ്നം കണ്ട ബോധം മാത്രം. ആ ബോധത്തിൽ ഈ നാമരൂപങ്ങളൊക്കെ
എങ്ങനെ വന്നു സാർ? അതിനാണ് യുക്തിയില്ല, മായ, ഊഹഹീനം. വന്നു എന്ന് തോന്നി, അത്രയേ ഉള്ളൂ. നാമരൂപങ്ങൾ വന്നു എന്ന് തോന്നി. അതെങ്ങനെയെന്ന് ചിന്തിച്ചാൽ സ്വപ്നത്തിൽ ഈ നാമരൂപങ്ങളൊക്കെ എങ്ങനെ വന്നു എന്ന് ഉണർന്നയാൾ ചിന്തിക്കുകയാണ്. നമുക്കൊക്കെ കൂടെ ചിന്തിക്കാം. നമ്മളൊക്കെ സ്വപ്നം കാണുന്നവരല്ലേ? ഉണർന്നു, എങ്ങനെയായി നാമരൂപങ്ങളൊക്കെ വന്നത്? ഒരിക്കലും പിടിയിട്ടില്ല, ഒരു ചിന്തകനും പിടിയിട്ടില്ല. എങ്ങനെയാ വന്നത്? വരാത്തത് എങ്ങനെയാ ഇപ്പൊ പിടിയിട്ടത്? മരുഭൂമിയിൽ വെള്ളം കാണുന്നു. എങ്ങനെയാ മരുഭൂമിയിൽ വെള്ളം വന്നത്? അവിടെ ഒരു തുള്ളി വെള്ളമില്ല. നിങ്ങൾ എങ്ങനെയോ ഭ്രമിച്ചുപോയി. ഇപ്പൊ എന്ത് ചെയ്യാൻ? അതിന് യുക്തിയില്ല. എങ്ങനെ എന്നുള്ള ചോദ്യമേ ഉദിക്കുന്നില്ല. ജഡം ഇത് സർവം അനിത്യമാം, ഒക്കെ അനിത്യം. ഉലകിനു വേറൊരു സത്തയില്ല. സത്ത ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടായി എന്ന് പറയൂ. ഏതെങ്കിലും ശാസ്ത്രജ്ഞനെ വിളിച്ച് എനർജി എവിടെ സ്പന്ദിക്കുന്നു സാർ? ഏറ്റവും വലിയ ഫിസിസിസ്റ്റിനെ വിളിച്ച് ചോദിക്കൂ, എനർജി എവിടെ സ്പന്ദിക്കുന്നു? ഒരു കാലത്തും പുറമേ അന്വേഷിച്ചവർ കണ്ടെത്താൻ പോകുന്നില്ല.